ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിനൊക്കെ ഇനി എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന്. കൊന്നിട്ട് പറഞ്ഞു കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? എന്റെ ഫോൺ ഉണ്ടോ? വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതാപിതാ ഗുരു ദൈവം, അതാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത് അല്ലേ? അതേ മാതാവും പിതാവും അതേപോലെ ഗുരുക്കന്മാർ ഒക്കെ ദൈവത്തിന് തുല്യമാണ്. നമ്മൾ പഠിച്ച കാലത്തും നമ്മൾക്ക് ഒരു അധ്യാപകരോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ വരെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം, ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല. ഒന്ന് വീഡിയോ ഉണ്ടാക്കി. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിനൊക്കെ ഇനി എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന്. കൊന്നിട്ട് പറഞ്ഞു കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? എന്റെ ഫോൺ ഉണ്ടോ? ആളെ +1 വിദ്യാർത്ഥിയാ. പണ്ട് ഇന്നസെന്റ് ചോദിച്ചാൽ എന്തിനാ പഠിക്കുന്നത്? സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകി. നിഖിൽ പ്രമേഷ് പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ശരിക്കും ഈ വിദ്യാർത്ഥി സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്ന വിദ്യാർത്ഥിയാണോ അതോ കലി കയറിയിട്ട് പറഞ്ഞതാണോ? സ്കൂളിൽ നിന്ന് നേരത്തെയും ഈ കുട്ടിക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും ഈ സംഭവത്തിൽ, അതായത് ഒരു +1 വിദ്യാർത്ഥിയാണ് ഇങ്ങനെയൊക്കെ അധ്യാപകരോട് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണിച്ചു തരാം, തനിക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്, കുത്തി മലർത്തും, കൊന്നു കളയുമെന്നൊക്കെ അധ്യാപകരോട് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ തൃത്താല പോലീസിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്കൂള് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ തൃത്താല പോലീസിൽ ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ് അധ്യാപക സംഘടനകളടക്കം തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം അധ്യാപകരോട് ഈ തരത്തിൽ കുട്ടികൾ പെരുമാറാൻ തുടങ്ങിയാൽ അതും വളരെ ചെറിയ കാര്യത്തിലാണ്. +1 വിദ്യാർത്ഥിക്ക് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല എന്നിരിക്കെ ആ നിബന്ധന ലംഘിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടി മൊബൈൽ ഫോൺ കൊണ്ടുവരികയും ക്ലാസ്സിൽ വെച്ചത് അധ്യാപകൻ പിടികൂടുകയും ചെയ്ത് അത് പ്രധാന അധ്യാപകനെ ഏൽപ്പിച്ചു. തൻ്റെ ഫോൺ തിരികെ വാങ്ങാൻ സാധാരണഗതിയിലാണെങ്കിൽ രക്ഷിതാക്കളെയൊക്കെ കുട്ടികൾ വരാറ്. എന്നാൽ തൻ്റെ ഫോൺ വാങ്ങിക്കാൻ ഒരു മാസ് ഹീറോ ആയ ആ കുട്ടി തന്നെ പ്രധാന അധ്യാപകൻ്റെ ക്ലാസ് റൂം ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു. തൻ്റെ ഫോൺ തിരികെ എന്ന് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ അടിച്ചുകൊണ്ട് ആ കുട്ടി ആവശ്യപ്പെടുകയാണ്. അത് തിരികെ തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ താൻ കാണിച്ചു തരാം, തനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയാണ്. മറ്റൊരു അധ്യാപകൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അത് ഈ കുട്ടിയുടെ ഒരു പെരുമാറ്റ രീതി കണ്ട് ആശങ്കപ്പെട്ടാണ് അവർ ആ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃത്താല പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ പരാതി. കണ്ടല്ലോ, ഇന്നത്തെ തലമുറ, അതായത് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന +1 +2 പഠിക്കുന്ന ഒരു കുട്ടിയാണിത്. +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഫോണ് നമ്മൾ സ്കൂളിൽ നിന്ന്, ഫോണ് അലൗഡ് ഇല്ലാത്ത സ്കൂളിൽ ഫോണ് കണ്ടാൽ പിടിക്കും, സ്വാഭാവികമായിട്ടാണ്. അതിന് പ്രധാന അധ്യാപകനോട് പറയുന്ന വാക്കുകളാണിത്. നമ്മളെ മക്കളൊക്കെ എങ്ങോട്ടാണ് വളർന്നു പോണത്? എന്താ സംഭവം? എങ്ങനെയാണ് നമ്മൾ ഒന്നാമത് എന്തോ ഈ മൊബൈലിൻ്റെ അധിക യൂസ് കൊണ്ടാക്കാറ് ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ലഹരിക്ക് അടിമ അല്ലാന്നുണ്ടെങ്കിലും അഡിക്റ്റ് അല്ലാന്നുണ്ടെങ്കിലും മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ, നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ല എന്താ ചെയ്യുക? ഇപ്പം നമ്മൾക്ക് എന്താ പറയുക, ഒരു പേടില്ല ഇവർക്കൊന്നും, വേറെല്ലാവരോട് സംസാരിക്കാനോ ഒരു പേടിയോ ഒരു ബഹുമാനോ ഒന്നുമില്ല ഇന്നത്തെ കാലം. വെറും കൊലപാതകം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയേക്കാണ്. അപ്പം ആ മോൻ പറഞ്ഞിട്ടില്ലേ, പുറത്തിറങ്ങിയാൽ കൊന്നു കളയുമെന്നാണ് പറയണത്. അത് ആരോട്? ഒരു അധ്യാപകനോട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കാലം പോയ കാലം, എങ്ങോട്ടാണ് നമ്മളെ നാടിൻ്റെയൊക്കെ പോക്ക് പോണത്? എങ്ങനെയാണ് നമ്മളെ മക്കളൊക്കെ ഇനി വളർന്നു വരിക? പുതിയ തലമുറ വളർന്നു വരുന്ന സംഭവങ്ങളാണ് ഈ സംഭവം. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് നെഗറ്റീവ് കമൻ്റായിട്ടും കുറേ ആൾക്കാർ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഫുള്ള് ഏത് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും, ഇൻസ്റ്റയിലാണെങ്കിലും, യൂട്യൂബിലാണെങ്കിലും, ചാനലിലാണെന്നുണ്ടെങ്കിലും, വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ട് വരുന്നത് ഈ ഒരു വീഡിയോസാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ആ ചെറുക്കന് സമൂഹത്തിൻ്റെ മുന്നിൽ ഇറങ്ങി നടക്കാൻ ഒരു എന്താ പറയുക മാനക്കേടാക്കാരം. കാരണം അത്രത്തോളം പബ്ലിക്കായി, എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ വരുന്ന ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ആ മോനെ ഈ അധ്യാപകരോട് മാപ്പ് പറയാൻ തയ്യാറായെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് വരുന്നത്. പക്ഷെ എത്ര മാപ്പ് പറഞ്ഞാലും എത്ര ഇതായാലും ആ അധ്യാപകരുടെ ഉള്ളിലും ആ മോൻ്റെ ഉള്ളിലും ഈ ഒരു പകയും വിദ്വേഷം ഉണ്ടാവും.
അല്ലേ? അധ്യാപകർ ചിലപ്പോൾ മറന്നു നോക്കും മക്കളാണ്, പക്ഷെ ഇവന്റെ ഉള്ളിൽ ഈ വീഡിയോസ് പബ്ലിക്കായി, നാട്ടുകാർ മൊത്തം അറിഞ്ഞു, പ്രചരിച്ചു, ഇന്നെ പറ്റി എല്ലാവരും അറിഞ്ഞു. അവന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും അറിഞ്ഞു കാണും, മാതാപിതാക്കളൊക്കെ അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. അപ്പൊ ഇനി അവന് പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആരും. അപ്പൊ പൊന്നു മക്കളെ, പണ്ടത്തെ പോലെ നമ്മൾ ഇനി പണ്ടത്തെ കാലത്തേക്ക് തിരിച്ചു വരൂല എന്നറിയാം. എന്നാലും മാതാവ്, പിതാവ്, ഗുരു ബഹുമാനിക്കാൻ പഠിക്കുക. സ്വന്തം സഹോദരങ്ങളെയും പെങ്ങന്മാരെയും അതേപോലെ കാണാൻ ശ്രമിക്കുക. പെങ്ങളായിട്ടും സഹോദരനായിട്ടും കാണാൻ ശ്രമിക്കുക. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേക്ക് കൊല, രണ്ടാമത്തേക്ക് വെട്ട്, കത്തിടിക്കുക, വെട്ടുക. ഒരു കോഴിനെ കൊല്ലുന്ന ഭാഗത്തോടെയാണ് ഇപ്പോൾ മക്കൾ അച്ഛനെയും അമ്മനെയും കൊല്ലുന്നതും, തള്ളാർ മക്കളെ കൊല്ലുന്നതും. അല്ലാതെ ഇപ്പോൾ വേറൊരു ന്യൂസ് ഉണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ വിഷയം വന്നുകൊണ്ട്, എല്ലാം കൊലപാതകം, വെട്ടിക്കൊല. എവിടേക്കാ നാട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.